ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഫിഷ് നിർവാണ കോമൺ ആയിട്ട് ഒരുപാട് കണ്ടിട്ടുണ്ടല്ലേ. നമുക്കിന്ന് ചിക്കൻ നിർവാണ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കുറച്ച് ചിക്കൻ പീസസിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലി, പെപ്പർ പൗഡർ, ഉപ്പ്, പിന്നെ ഒരു നാരങ്ങയുടെ നീരും ചേർത്ത് ഒരു 1/2 hour നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് നമുക്ക് വെക്കാം. ഏകദേശം 1/2 hour കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വയ്ക്കാം. പാൻ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഫ്രൈ ചെയ്യാനുള്ള ഒരു ഓയിൽ ഒഴിക്കാം. ഓയിലും ഒന്ന് ചൂടായി കഴിയുമ്പോൾ 2-3 തണ്ട് കറിവേപ്പില നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ടതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ഓരോ പീസസ് ചിക്കൻ ഇട്ട് നന്നായിട്ട് 2 സൈഡും നന്നായിട്ട് കുക്ക്ഡ് ആവുന്നവരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിത് അടപ്പൊന്ന് തുറന്ന് നോക്കുമ്പോൾ ഏകദേശം ഒരു 1 സൈഡ് നന്നായിട്ട് കുക്ക്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പയ്യെ അടുത്ത സൈഡിലോട്ടൊന്ന് മറിച്ചിട്ട് എല്ലാ ചിക്കൻ പീസസും ഒന്ന് ഫ്രൈ ചെയ്ത് നന്നായിട്ട് എടുക്കാം. ചിക്കൻ്റെ ആ ഒരു വശവും ഫ്രൈ ആവുന്ന സമയം കൊണ്ട് നമുക്ക് ഗ്രേവിക്കുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിനായി ഞാൻ കുറച്ചധികം ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ ഉള്ളി കഴുകി വൃത്തിയാക്കി നമുക്കിതൊന്ന് കുഞ്ഞു കുഞ്ഞു പീസസായിട്ട് സ്ലൈസ് ചെയ്തെടുക്കാം. ചിക്കൻ നന്നായിട്ട് കുക്ക്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രൈ പാൻ ഒന്ന് സ്റ്റവ് ഓഫ് ചെയ്ത് നമുക്ക് വേറൊരു ഡിഷിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ അതേ സെയിം ഓയിലിലേക്കും അതേ ഫ്രൈ പാനിലേക്കും തന്നെയാണ് ഗ്രേവി തയ്യാറാക്കുന്നത്. നമ്മൾ നേരത്തെ സ്ലൈസ് ചെയ്ത് വെച്ചിരുന്ന ചെറിയ ഉള്ളി ഒന്നിട്ട് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് വഴറ്റി വന്നതിന് ശേഷം ബാക്കി ഓരോരോ ഇൻഗ്രീഡിയൻസും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉള്ളി നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്, പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിരുന്ന ചോപ്പ് ചെയ്ത ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതും ഇട്ടൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഓരോ സ്പൈസസ് പൗഡർ ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ചില്ലി പൗഡർ, കുറച്ച് കാശ്മീരി ചില്ലി ഇട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. പച്ചക്കുത്തൊക്കെ മാറുന്നത് വരയ്ക്കും നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം നമ്മൾ ചിക്കൻ നിർവാണയുടെ ഗ്രേവിയും ഏകദേശം തയ്യാറായിട്ടുണ്ട്. അവസാനം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് യോജിപ്പിച്ച് അടുപ്പ് ഓഫ് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് മെയിൻ പാർട്ടാണ്. നമ്മൾ ഇലയിൽ പൊതിയണമല്ലോ. അപ്പോൾ ഒരു വാഴയില എടുത്ത് അതൊന്ന് വാട്ടി വൃത്തിയാക്കിയതിന് ശേഷം 2-3 തണ്ട് കറിവേപ്പില ഇങ്ങനെ വയ്ക്കുക. അതിലേക്ക് നമ്മളുടെ ഗ്രേവി ഫസ്റ്റ് ഒരു ലെയർ ഗ്രേവി വെച്ച് കൊടുക്കാം. അതൊന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ചിക്കൻ പീസസ് ഫ്രൈ ചെയ്ത ചിക്കൻ പീസസ് ഉണ്ടല്ലോ, അത് നമ്മൾ കുറച്ച് വെച്ച് കൊടുക്കാം. ഓരോരോ പീസസായിട്ട് ഇങ്ങനെ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള ഗ്രേവിയും കൂടി നമുക്ക് വെച്ച് കവർ ചെയ്യാം. അത് പൊതിയുന്നതിന് മുന്നേ നമുക്കൊരു ഏകദേശം വലിയൊരു സൈസ് ചട്ടി അടുപ്പിൽ വെച്ച് ചട്ടി ചൂടായി കഴിയുമ്പോൾ നമുക്ക് നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഇലയിൽ റെഡിയാക്കി വെച്ചിരുന്ന നമ്മളെ ചിക്കൻ മസാല ഇങ്ങനെ വെച്ച് ഇല നന്നായിട്ട് പൊതിഞ്ഞ് നമുക്ക് ഇലയുടെ തന്നെ നാരിട്ടോ നൂലിട്ടോ ഒക്കെ ടൈ ചെയ്യാം. ഇന്നിപ്പോൾ ഞാൻ വാഴയുടെ തന്നെ നാര് വെച്ചിട്ടാണ് ടൈ ചെയ്യണത്. അതിനു മുന്നേ ചിക്കൻ പീസസ് വെച്ച് നല്ല കട്ടി തേങ്ങാപ്പാലൊഴിച്ച് നമുക്കിതൊന്ന് 2 സൈഡൊന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കഴിഞ്ഞ് നമ്മൾ ഇല ഇങ്ങനെ നന്നായിട്ട് റാപ്പ് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ വാഴയുടെ നാര് വെച്ചോ നൂല് വെച്ചോ ഒക്കെ കെട്ടാം. ഞാൻ ഇവിടെ ഇലയുടെ നാരെടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് ഒരു തവണ ഇങ്ങനെ കെട്ടിയതിന് ശേഷം വേറൊരു നാരെടുത്തിട്ട് തിരിച്ചും ഒരു കെട്ടും കൂടി കെട്ടി നന്നായിട്ടൊന്ന് സെക്യൂർ ചെയ്ത് നമുക്കിത് അടുപ്പിലോട്ട് വയ്ക്കാം. ഒരു വശം ഒരു 2-3 മിനിറ്റ്സ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പുറത്തെ വശവും ഒരു 3-4 മിനിറ്റ് നമുക്കതൊന്ന് ചൂടാക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് പയ്യെ നമുക്കൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. നമുക്ക് നമ്മൾ കിഴി ഒന്ന് തുറന്ന് നോക്കാം. ആ നാര് വെച്ച് കെട്ടിയിരുന്നൊക്കെ നമുക്ക് പയ്യെ അഴിച്ച് മാറ്റിയതിന് ശേഷം നമ്മൾ ചിക്കൻ നിർവാണം ഒന്ന് തുറന്ന് നോക്കാം. അടിപൊളിയായിട്ടുണ്ട് നമ്മൾ ചിക്കൻ നിർവാണ. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ഐറ്റമാണ്. നമുക്ക് ഇല തുറക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു സൂപ്പർ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. കാരണം തേങ്ങാപ്പാലിലൊക്കെയാണ് നമ്മൾ ലാസ്റ്റ് കുക്ക് ചെയ്തെടുത്തത്. ഇതിൻ്റെ കൂടെ ഞങ്ങളിത് ഇവിടെ അപ്പമാണ് ചുട്ടേക്കുന്നത്. അപ്പോൾ വെള്ളയപ്പത്തിൻ്റെ കൂടെയോ ദോശ ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഇത് നമുക്ക് കഴിക്കാം. നമ്മൾ നല്ല ചൂടോടുകൂടി തന്നെ എടുത്ത് കഴിച്ച് നോക്കുകയാണേ.
നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലിൽ കയറി സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നെക്സ്റ്റ് വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ നിർവാണ നമ്മളിതാ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ ഫിഷ് നിർവാണ നമ്മൾ ഉണ്ടാക്കിയപ്പോൾ നമ്മൾ വിചാരിച്ചു ഫിഷിൽ ചെയ്യുന്നതായിരിക്കും ഭയങ്കര ടേസ്റ്റിയെന്ന്. ഫിഷിൽ ചെയ്യുന്നത് ഓൾറെഡി നല്ല ടേസ്റ്റിയാണ്. ഇപ്പോൾ ഇത് ചിക്കൻ ട്രൈ ചെയ്തപ്പോൾ അതിനേക്കാൾ ഗംഭീര ടേസ്റ്റാണ്. നിങ്ങളിതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ടും നെക്സ്റ്റ് റെസിപ്പി ആയിട്ടും വരുന്നത് വരേക്കും ബൈ.